എണീറ്റ് ഫ്രഷായി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ പുറത്തിവിടെ വന്നിങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഞങ്ങളെ തൊട്ട് മുന്നിൽ മാതൃഭൂമിൻ്റെ ഓഫീസാണ്. അപ്പോൾ അവിടെ ലേറ്റ് ഒന്നും അവർ കെടുത്തിയിട്ടില്ല. നല്ല കിളികളെ സൗണ്ട് ഉണ്ട്, റോട്ടിലൂടെ വണ്ടി പോകുന്നുണ്ട്, നല്ലൊരു അന്തരീക്ഷം. ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ പുറത്തൊക്കെ വന്നിരുന്നു ഒന്ന് റിലാക്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം നമുക്ക് തന്നെ നല്ലൊരു ഫീലാണ്. കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം ഞാൻ താഴെ പോവും. എന്നിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ വെള്ളം വെക്കും. അത് കുടിക്കാനുള്ള വെള്ളമാണ് വെക്കൽ, ജഗ്ഗിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ടേബിൾ മേൽ മൺകുടുക്കയുണ്ട്, സാധാ ജഗ്ഗും ഉണ്ട്. അപ്പോൾ സാധാ ജഗ്ഗിൽ നിന്ന് വെള്ളം മൺകുടുക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കും, മൺകുടുക്കയത്തെ വെള്ളം കഴിയുന്നതിനനുസരിച്ചിട്ട്. വെള്ളം ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉമ്മ അപ്പുറത്ത് തേങ്ങ ചിരകുന്നുണ്ട്. ഇന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ. ഓട്ടടൻ്റെ മാവ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ തലേന്ന് കുതിർത്തി വെച്ച പച്ചരി, അതിൻ്റെ കൂടെ ഒരു 2 സ്പൂണ് ചോറ്, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ, പിന്നെ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കും. അവിടെ ചായക്ക് വെച്ച വെള്ളം തിളച്ച്, അപ്പം ഞാനതിൽ പൊടിയിട്ടിട്ട് അത് മൂടി വെക്കുകയാണ്. ഓട്ടടൻ്റെ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങൻ്റെ കൂടെ 1 ടീസ്പൂണോളം ചെറിയ ജീരകവും പിന്നെ പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കും. അതിലേക്ക് ഒരിത്തിരി വെള്ളം ചേർക്കും. അധികം മാവ് ലൂസാവരുത്, അപ്പോൾ ഓട്ടട നന്നായി കിട്ടൂല. അതേപോലെ അധികം ടൈറ്റും ആവരുത്. ഓട്ടട അടുപ്പത്താണ് ഉണ്ടാക്കൽ. അപ്പം ചട്ടി നല്ല ചൂടായതിന് ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഓട്ടട നന്നായി കിട്ടൂല. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചട്ടി ചൂടായോ നോക്കുന്നുണ്ട്. ഓട്ടട നന്നായിണോ നമുക്കറിയാൻ പറ്റില്ല. ഓട്ടട നല്ലോണം പൊന്തി വരും. പൊന്തി വരിക മാത്രമല്ല, ഓട്ടട നമ്മൾ മുറിച്ച് നോക്കുമ്പം അതിങ്ങനെ ഒരു ആര് പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നന്നായി എന്ന് മനസ്സിലാവും. ആദ്യം ഓട്ടട ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് നേരെ പ്ലേറ്റിലേക്കാണ് വെക്കുക. അതിൻ്റെ ചൂട് ആവി ഫുള്ള് പോയതിന് ശേഷം മാത്രമേ അത് പാത്രത്തിലേക്ക് വെച്ചിട്ട് മൂടി വെക്കലുള്ളൂ. ഓട്ടട ഉണ്ടാക്കുന്ന ആ സമയത്ത് ഞാൻ ചായയൊക്കെ കൂട്ടി എനിക്കും ഉമ്മക്കും, എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ അവിടുന്ന് ചായയൊക്കെ ഒരുമിച്ച് കുടിക്കും. പിന്നെ ബാക്കിയുള്ള പണിയും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ പൂച്ചക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പോഴാണ് അവിടെ അമ്മായി ഇങ്ങനെ അടിച്ചു വാരുന്നുണ്ട്. പൂച്ചക്ക് ഫുഡ് ഇട്ടെടുത്തൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ വരുമ്പോൾ അത് ഫ്ലൈ ഡക്കാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ തുണയും കൂടി ഉണ്ടായിനി, പക്ഷെ അത് ചത്തുപോയി. ഇപ്പോൾ അത് ഒറ്റക്കായി. ഓട്ടടൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങാപ്പാലും ഉണ്ടാക്കിക്കണം. പിന്നെ തലേന്നത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിനി, അപ്പോൾ അതും ചൂടാക്കിയെടുത്ത് ഞാനും ഉമ്മയും കൂടെ ചായ ഒക്കെ കുടിച്ച് ഒരുമിച്ച്. ഇപ്പോൾ ആദ്യം കുടിക്കും, നേരത്തെ കുടിക്കും. പിന്നെ പിന്നെ എണീറ്റ് വന്ന സാവധാനമൊക്കെ കുടിക്കുള്ളൂ. പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം ലഞ്ചിനുള്ളത് നോക്കി. ഇന്ന് നാത്തൂന് വിളിച്ച് പറഞ്ഞേക്കണ്. അപ്പം വേഗം ലഞ്ചിൻ്റെ പണി അതിനൊന്ന് ഫ്രീ ആവാലോ വിചാരിച്ച്. സിമ്പിളായിട്ട് മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചുതരാം. ഇതിൽ ഉള്ളി വഴറ്റണമൊന്നുമില്ല. ഉള്ളി നമ്മൾ പൊരിച്ചെടുത്തിട്ട് അതാണ് നമ്മൾ മസാലയിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം 6 വലിയ ഉള്ളി ഇവിടെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ചോപ്പർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഇതേപോലെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷെ നല്ല ഉപകാരമാണ് ഇത്. ചോപ്പർ വാങ്ങാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് വാങ്ങണം. ഭയങ്കര യൂസ്ഫുള്ളാണ്. അധികം റേറ്റ് ഒന്നും വരുന്നില്ല. ഇതിന് തന്നെ 120 സംതിങ് അത്ര റേറ്റ് വന്നിട്ടുള്ളൂ.
ഇതിലിപ്പോൾ ഞാൻ ആദ്യം ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് ബാക്കി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ 3 വലിയ തക്കാളിയാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്ത്, പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതൊന്ന് വറുത്ത് റോസ്റ്റ് ചെയ്തെടുത്ത് അതിലേക്ക് തന്നെ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചതിൽ അതിൻ്റെ നേരെ പകുതി ഉള്ളി ഞാൻ ഇവിടെ പൊരിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ മോനെ എണീറ്റ് വന്നിട്ടുണ്ടേനി. പിന്നെ ഓനെ ഫ്രഷാക്കി ഓനക്ക് ചായയൊക്കെ കൊടുത്ത്. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പൊരിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് പൊരിച്ചെടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ പാകത്തിന് ഇങ്ങനെ പൊരിച്ചിതായിരിക്കണം. ഇനിയിപ്പോൾ അത് നമുക്ക് വാങ്ങിയിട്ട് അതിലേക്ക് ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലോണം വഴണ്ടി. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വീതം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് കുറച്ചും കൂടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കണ്ട. കാരണം മട്ടണിൽ നിന്ന് തന്നെ വെള്ളം അത്യാവശ്യം ഇറങ്ങി വരും. നമുക്ക് അതൊന്ന് ഒരു 80% നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. മട്ടനൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില പുതിനയില പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഒരു 3/4 ഭാഗം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ അതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവണ ആ സമയം കൊണ്ട് ഞാനിവിടെ കുക്കർ വെച്ചിട്ടുണ്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുക്കർ ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പം 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, അതേപോലെ എൻ്റെ കയ്യിൽ ഇവിടെ കറുവപ്പട്ടൻ്റെ ഇല ഉണങ്ങിയതില്ല, അപ്പം ഞാൻ പച്ച ആഡ് ചെയ്ത് കൊടുത്ത്. അധികം കളറ് മാറണ്ട, കാരണം ചോറിൽ ഉള്ളിൻ്റെ കളറ് മാറിപ്പോവും. പിന്നെ ഞാനിവിടെ 2 കപ്പ് ബിരിയാണി അരിയാണ് എടുത്തത് ജോക്കറിൻ്റെ. അത് ഞാനൊരു 10-15 മിനിറ്റ് കുതിർത്ത് വെച്ചതായിരുന്നു. ഇനി നമുക്കത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് വിസിൽ വരാൻ വേണ്ടി നിൽക്കാം. ഞാനിവിടെ ഒറ്റ വിസിലിന് തന്നെ അത് ഓഫ് ചെയ്തത്. മസാല ഒക്കെ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് വെന്തിട്ട്. ഇനി ഞാൻ ഇത് ചോറ് റെഡി ആകുമ്പോഴത്തേനും ഞാൻ എൻ്റെ ബാക്കിയുള്ള പണിയൊക്കെ വേഗം തീർക്കാൻ വിചാരിച്ചു. കാരണം അവർ വരുമ്പോഴത്തേനും നമ്മൾ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ അതല്ലേ നല്ല. അധികം ചണ്ടിയൊന്നും ഉണ്ടാവില്ല, കാരണം മോൻ അങ്ങനെ കച്ചറൊന്നും ആക്കലില്ല. പിന്നെ നമ്മൾ ഈ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ പൊടി നല്ലോണം ഉണ്ടാവും. ഡെയിലി ഞാൻ ടേബിളും അതേപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഇതൊക്കെ ഡെയിലി തുടയ്ക്കലാണ്. ഡെയിലി തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പൊടിയായിരിക്കും. അപ്പം താഴെ അടിച്ചു വാരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പം എന്താ ചോറ് വിസിലൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിടാം. ഈ മസാലേൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും കുറച്ച് മല്ലിയിലയും പിന്നെ ഇവിടെ ഗരം മസാലേൻ്റെ ടേസ്റ്റ് അങ്ങനെ അധികം ആർക്കും ഇഷ്ടമല്ല, അപ്പോൾ അത് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ചോറും ഇതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കുറച്ച് മല്ലിയില പുതിനയില പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ഒരു ഇത്തിരി നെയ്യും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ദമ്മിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് വിളമ്പെടുത്താൽ മതി. അപ്പം ഇങ്ങനെ ബിരിയാണിയോ എണ്ണൻ്റെ സാധനമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഈ ഗ്യാസിൻ്റെ മുകളിൽ എണ്ണൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ പാത്രം കഴുകണ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒന്ന് കഴുകിയിട്ടൊന്ന് തുടച്ചെടുക്കാം. അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച് പിന്നെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഉപ്പ നാത്തൂനെയും മോളെയൊക്കെ കൂട്ടിയിട്ട് ഇതാ അവിടെ എത്തിക്കണ്. പിന്നെ അവർ വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം എനിക്ക് മുകളിൽ ജസ്റ്റ് ക്ലീൻ ആക്കാനും അതേപോലെ അടിച്ചു വാരാനും ഉണ്ടായിരുന്നു. പിന്നെ ആ പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വേഗം പോയി.
അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് റൂമിൽ ഫ്രാഗ്രൻസിൻ്റെ എസെൻഷ്യൽ ഓയിലൊക്കെ ഞാനിങ്ങനെ കത്തിച്ച് വെച്ചപ്പോൾ നല്ല സ്മെല്ലാണ് റൂമിൽ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ മലപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. മലപ്പുറത്തുള്ള ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോണത്. ചേട്ടൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് മലപ്പുറത്തേക്ക് പോണത്. അപ്പം മലപ്പുറത്ത് നിന്ന് തന്നെ ഷോപ്പിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ച്, അല്ലാതെ സ്ഥിരമായിട്ട് മലപ്പുറത്ത് ബഡ്ജറ്റിൽ നിന്നൊന്നുമല്ല വാങ്ങൽ. അത്യാവശ്യം വെറൈറ്റീസ് സാധനങ്ങളുണ്ട്. ബേക്കറി ഐറ്റംസ് ഉണ്ട്, കേക്ക് ഉണ്ട്, പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട്, പിന്നെ സ്നാക്സ് ഉണ്ട്. അപ്പം സ്നാക്സൊക്കെ അവർ അവിടെ ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അവരത് ചൂടാക്കി തരുന്നുണ്ട്. അധികം സാധനങ്ങളൊന്നും വാങ്ങാനില്ല. പിന്നെ കോഫി പൗഡർ ഞാൻ ഇതുപോലെ ചെറിയ പാക്കറ്റുകളാണ് വാങ്ങൽ. അങ്ങനെ കോഫി കുടിക്കലൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ വരുമ്പം ഉണ്ടാക്കലും, അതേപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ സ്ഥിരമായിട്ട് കോഫിയൊന്നും കുടിക്കലില്ല. എനിക്ക് പിന്നെ വത്തക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വത്തക്ക വേണം. പിന്നെ ഇവിടെ ഉപ്പിലിട്ടതൊക്കെ പല ഐറ്റംസൊക്കെ കുറേ ഉണ്ട്. അത്യാവശ്യം വലിയ ഹൈപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ, കാരണം ഇവിടെ അധികം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നല്ല കസ്റ്റമർ സർവീസാണ്. ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും അത് അവർ തന്നെ നമ്മളെ വണ്ടിയിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെയാണ്. എല്ലാവരുടെ അടുത്തും നല്ല പെരുമാറ്റമാണ്, നല്ല കമ്പനിയുമാണ്. പിന്നെ സെയർബായിനെ പരിചയപ്പെട്ടു. അവിടെ പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു ആ സമയം. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അവരെ കൂടെ ഒക്കെ നിന്നിട്ട് വീഡിയോ എടുക്കലും സെൽഫി എടുക്കലും അങ്ങനെ കുറേ ഭയങ്കര തിരക്കായിരുന്നു. സുജിത്തേട്ടന് ജ്യൂസി ഷോപ്പിനെ പറ്റി പറഞ്ഞ്, പിന്നെ സുജിത്തേട്ടൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ പറഞ്ഞ്, അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോന്നു. സുജിത്തേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്, കാരണം നല്ലൊരു യൂട്യൂബ് വ്ളോഗർ തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സുജിത്തേട്ടൻ്റെ മീറ്റപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരാൻ വേണ്ടിയിട്ട് ഓൾ പ്രസ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.